അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അച്ചുവും രുക്കും കൂടി വരുമ്പോൾ തന്നെ അർച്ചൻ്റെ വണ്ടി കാണുകയാണ് കേട്ടോ. അത് കണ്ടതും തന്നെ അച്ചു പറയണം, അയ്യോ ചേച്ചിയുടെ വണ്ടിയുണ്ട്, ഇനി ഞാൻ നമ്മളെന്താ പറയുക എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രുക്ക് പറയുന്നുണ്ട്, നീ വായോ ഞാൻ പറഞ്ഞോളാം എന്നിങ്ങനെ പറയണം കേട്ടോ. അർച്ചന നിങ്ങൾ എവിടെ പോയതാ എന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ രുക്ക് പറയും, ഒരു സിനിമയ്ക്ക് പോയതാണ് എന്ന് പറയും. സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ കുടുംബ സിനിമയാണ്, കുടുംബകലകം ഉണ്ടാക്കുന്ന സിനിമയാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അത് സിനിമ മാത്രമാണ്, അത് ജീവിതത്തിൽ ചെയ്യരുത് എന്ന് അർച്ചന പറയണം. അതിനുശേഷം ആ സാക്ഷിപത്രം എവിടെ, അതിൽ ഒപ്പിട്ട് തന്നോ നീ ചോദിക്കും. ഇല്ല ഞാൻ ഒപ്പിട്ടില്ല, തിരക്ക് കാരണമാണ് ഞാൻ ഒപ്പിട്ടില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം അച്ചുവിനോട് അർച്ചന പറയണം, എനിക്ക് ഭയങ്കര ക്ഷീണം, ഞാൻ പോകട്ടെ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രുക്ക് പോവുകയാണ്. അച്ചുവിനോട് അർച്ചന പറയുന്നുണ്ട്, നീ ഒന്ന് അത് ഒപ്പിടിപ്പിക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം റൂമിൽ വന്ന അച്ചു രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ രുക്കു ചേച്ചി ഇങ്ങനെ ചോദിക്കണം, നീ എന്താ പറയുക, ഞാൻ ഒപ്പിട്ട് കൊടുക്കാൻ ഇനി എന്ത് ചെയ്യും, നീ അത് കീറിക്കളഞ്ഞു എന്നുള്ളത് എങ്ങനെ ഞാൻ പറയുക എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം ഞാൻ അതെന്തായാലും പറഞ്ഞോളാം, അത് നിങ്ങൾ വിഷമിക്കണ്ട എന്ന് അച്ചുവിനോട് പറയണം കേട്ടോ. അതേസമയം അർച്ചന വന്നിട്ട് ചോദിക്കും, എവിടെ ആ സാക്ഷിപത്രം നീ വായിച്ചില്ലേ, വായിച്ചിട്ട് അത് ഒപ്പിട്ട് തായോ എന്നിങ്ങനെ ചോദിക്കും. ഇല്ല ഞാൻ ഒപ്പിട്ടില്ല, എനിക്ക് തിരക്കായിരുന്നു, ഞാനത് അന്നാ എടുക്ക് നീ, ഞാനത് വായിച്ച് തരാൻ പറയില്ല, അത് ഞാൻ എവിടെയോ വെച്ചിരിക്കുകയാണ്, എന്തായാലും ശരി നാളെ രാവിലെ ഞാൻ ഓഫീസിൽ പോകുമ്പോഴേക്കും അത് ഒപ്പിട്ട് തരണം എന്നിങ്ങനെ അർച്ചന പറയണം കേട്ടോ. അതേപോലെ തന്നെ അച്ചുവിനോടും പറയുന്നുണ്ട്, നീ അവളോടൊന്ന് പറഞ്ഞിട്ട് അത് ഒപ്പിടിപ്പിക്ക്, നിൻ്റെ ചേട്ടൻ്റെ കാര്യമാണ് അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് രുക്കു അച്ഛനോട് പറയണം, നിനക്കറിയില്ലേ ഞാനേ ചന്ദ്രകാന്തത്തിലത്തെ രുക്കുവാണ്, അമ്പാട്ടിലെ അർച്ചനയ്ക്ക് ഒരിക്കലും അത് ഒപ്പിട്ട് കൊടുക്കില്ല, ഇനി നാളെ അത് ചേച്ചി ചോദിക്കുമ്പോൾ എന്താ പറയുക, അത് ഞാൻ പറഞ്ഞോളാം, നീ അതിനെ പറ്റിയിട്ട് ഒന്നും ആലോചിക്കേണ്ട, നമ്മളെ ഇറക്കി വിടുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഒന്ന് കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് രുക്ക് കുളിക്കാൻ പോവുകയാണ് കേട്ടോ. അതേസമയം അച്ചു ആലോചിക്കേണ്ടത്, നീ കുളിച്ച് സുന്ദരിയായി ഇരിക്കുക, നീ എന്തായാലും എൻ്റെ ഉറക്കം കളഞ്ഞല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കണം കേട്ടോ. പിറ്റേ ദിവസം അർച്ചനയും ചിന്നും കൂടി കോടതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് പുറത്ത് വരികയാണ് കേട്ടോ. അതേസമയം അച്ചു അവിടെയുണ്ട്, അനന്തനും മുകുന്ദനും എല്ലാവരും ഉണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അർച്ചന ചോദിക്കുന്നത്, എവിടെ ആ സാക്ഷിപത്രം ഒപ്പിട്ടില്ലേ ചോദിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ രുക്ക് വന്നിട്ട് പറയും, ഞാനത് ഒപ്പിട്ടില്ല എന്ന് പറയും. എവിടെ എന്നാൽ അത് ഞാൻ കീറിക്കളഞ്ഞു, എനിക്ക് ഒപ്പിടാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ ആകെ അർച്ചന പകച്ചു പോവുകയാണ് കേട്ടോ. എന്താ അത് ഒപ്പിടാൻ പറ്റില്ല എന്ന്, എൻ്റെ വീട്ടുകാരെ ചതിക്കാൻ പറ്റില്ല എനിക്ക്, അതുകൊണ്ടാണ് ഞാനത് ഒപ്പിട്ട് തരില്ല എന്ന് പറയും. അതേസമയം രമ്യയും മഞ്ജുവും പറയുന്നുണ്ട്, ചേച്ചിയുടെ അടുത്ത് വേറെ ഫോം ഉണ്ടാകുമല്ലോ അത് എടുത്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ രുക്ക് പറയില്ല, ഞാൻ ഒപ്പിട്ട് തരില്ല എന്നിങ്ങനെ പറയണം. നിൻ്റെ ഭർത്താവിൻ്റെ ഏട്ടനാണ്, അവനൊരു തെറ്റ് പറ്റിയതല്ല, അവനെ എന്തായാലും പെടുത്തിയിടണം, അത് തെളിയിക്കേണ്ട ചുമതല നിനക്കും കൂടി ഇല്ലേ, നിൻ്റെ ഭർത്താവിൻ്റെ ചേട്ടനല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, എന്തായാലും ശരി എനിക്ക് എൻ്റെ വീട്ടുകാരെ ചതിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനത് സാക്ഷിപത്രം ഒപ്പിട്ട് തരില്ല, അങ്ങനെ ഞങ്ങളെ ഒപ്പിട്ട് തരാത്ത കാരണം നിങ്ങൾക്ക് ഞങ്ങളെ പറഞ്ഞയക്കണം എന്നുണ്ടെങ്കിൽ എന്നെയും അച്ഛനും പറഞ്ഞയച്ചോളൂ, ഞങ്ങൾ പോകാൻ റെഡിയാണ് എന്ന് പറയും കേട്ടോ. ശരി അത് ഒപ്പിട്ടിട്ടില്ലെങ്കിൽ പോട്ടെ പ്രശ്നമില്ല, പക്ഷേ നിങ്ങളിവിടുന്ന് പോകണമെന്ന് പറയരുത്. അതേസമയം അച്ചു ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അവളുടെ കൂടെ തന്നെ നിൽക്കുള്ളൂ, അവളുടെ കൂടെ ആരും നിൽക്കാനില്ലല്ലോ, ഞാനെങ്കിലും നിൽക്കണ്ടേ, അവൾ ചെയ്തതിൽ എന്താ തെറ്റ് എന്നെല്ലാം അർച്ചന പറയണം കേട്ടോ. മുകുന്ദൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതുപോലൊരു പെൺകോന്തൻ എന്നിങ്ങനെ പറയുമ്പോഴും അച്ചു ഇങ്ങനെ ആലോചിക്കണം, അവൾക്ക് ചെറുപ്പത്തിൽ തന്നെ ആത്മഹത്യാ പ്രവണതയുണ്ട്, ഇനിയും അതിനൊരു ശ്രമം തുടങ്ങിയാലോ എന്ന് പറഞ്ഞിട്ടാണ് അവളുടെ കൂടെ അച്ചു നിന്നിരിക്കുന്നത് കേട്ടോ. മുകുന്ദനും അനന്തനും ഒക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പെൺകോന്തൻ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഭാര്യമാരാണ് പറഞ്ഞാൽ അത് അപ്പം തന്നെ ചെയ്തിരിക്കും എന്നിങ്ങനെ പറയും. അതേസമയം അർച്ചന പറയുന്നുണ്ട്, സാരമില്ല, ഇതിൻ്റെ പേരിൽ നിങ്ങളൊരു വഴക്കുണ്ടാക്കാനും ഒന്നും ചെയ്യരുത്, നിങ്ങൾ ആരും ഇവിടുന്ന് പോകരുത്, എല്ലാവരും നമ്മൾ ഒത്തൊരുമയോട് കൂടി ജീവിക്കേണ്ടവരാണ്, അതെല്ലാം ഞാൻ ചെയ്തോളാം, അതുകൊണ്ട് പലരും നമ്മുടെ കുടുംബത്തിൽ കയറി പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ നോക്കും, ഒരിക്കലും നമ്മളതിനെ വിട്ടുകൊടുക്കരുത്, നമ്മൾ സ്നേഹത്തോടെ നിൽക്കണം എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അത് കേൾക്കുമ്പോൾ രുക്കുവിന് വീണ്ടും ഒരു നിരാശയാണ് വരുന്നത്. അതിനുശേഷം അവർ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അർച്ചന സ്കൂട്ടറിൽ ഇങ്ങനെ പോവുകയായിരിക്കും കേട്ടോ. അതേസമയം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ് വന്നിട്ട് ബാക്കിൽ ഇടിക്കുകയാണ്, അത് മധുബാലയായിരിക്കും കേട്ടോ. ഇടിച്ചിട്ട് അർച്ചന വീഴുകയാണ്. അർച്ചന വീണ് കഴിഞ്ഞ് ചിന്നുവിൻ്റെ കയ്യിലൊക്കെ മുറിയാണ് വീണ് കേട്ടോ. എണിച്ച് നോക്കുമ്പോഴേക്കും ആ കാറ് പോയിട്ടുണ്ടാകും. പിന്നീട് എണിച്ചിട്ട് ഏതായാലും ശരി പോകുമ്പോൾ അവിടുന്ന് ഫസ്റ്റ് എയ്ഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അർച്ചനയും ചിന്നും കൂടി ഇങ്ങനെ പോകുമ്പോൾ തന്നെ ചിന്നു ആ കാറ് നിർത്തിയിരിക്കുന്നത് കാണും കേട്ടോ. അമ്മ അതാ കാറ് നിർത്തിയിരിക്കണോ എന്ന് പറയും. അർച്ചന പെട്ടെന്ന് തന്നെ അവിടെ നിന്നിട്ട് ഇറങ്ങി നോക്കുമ്പോൾ കാറ് മാത്രമേ കാണുള്ളൂ, ആരെയും കാണില്ല. ഒരു ഇളനീര് കടയുണ്ട്, ആ ഇളനീര് കടക്കാരനോട് പോയി ചോദിക്കാൻ കേട്ടോ, ഈ കാറിൻ്റെ ആളാരാണ്, ഇതാ ഞാൻ തന്നെയാണ്, എന്താണ് ചോദിക്കും. നിങ്ങൾ ഈ വണ്ടി ഇടിച്ചിട്ട് പോയല്ലോ,
നിങ്ങൾക്ക് എന്ത് പറ്റിയെന്നും കൂടി നിങ്ങൾ ചോദിച്ചില്ല, നിങ്ങൾക്കൊരു സോറി പറയാനും കൂടി മനസ്സില്ലല്ലോ, അതിനൊന്നും പറ്റിയില്ലല്ലോ എന്നിങ്ങനെ. അതേസമയം അർച്ചന ചിന്നുവിൻ്റെ കൈയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ആശുപത്രി കൊണ്ടുപോകാനുള്ള അതും കൂടി ഇല്ലല്ലോ എന്ന് പറയുന്നു. വണ്ടിയെ നിങ്ങൾക്ക് ഈ വണ്ടി സേഫല്ല, നിങ്ങളിനി കാറ് വാങ്ങിക്കി, അല്ലാതെ ഈ വണ്ടിയും കൊണ്ട് ഓടിയിട്ട് എൻ്റെ ഒരു ഭാഗത്തും ഒരു തെറ്റില്ല എന്ന് പറയും. നിങ്ങൾക്കൊരു സോറി പറയാനും കൂടി മനസാക്ഷിയില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് സോറി എൻ്റെ നിഘണ്ടുവിൽ പോലും ഇല്ല എന്ന് പറയും കേട്ടോ. അതേസമയം നിങ്ങളന്നാ പോയി കേസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ചിന്നു പറയും എൻ്റെ അമ്മ ഒരു അഡ്വക്കേറ്റാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. നിൻ്റെ അമ്മ ഒരു അഡ്വക്കേറ്റ് ആയിക്കോട്ടെ, അതിനെന്താ, എൻ്റെ അച്ഛനൊരു ജഡ്ജിയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം വേറൊരാളും വന്നിട്ട് പറയും ഇങ്ങനെ ഒരു സോറി പറഞ്ഞൂടെ, സോറി എങ്കിലും പറഞ്ഞിട്ട് പോയിക്കൂടെ എന്നിങ്ങനെ പറയും. എനിക്കങ്ങനെ സോറി പറഞ്ഞിട്ട് ഒരു ശീലമേ ഇല്ല എന്ന് പറയണം കേട്ടോ. അതിനുശേഷം നിങ്ങൾ മനസാക്ഷി പറയുന്ന സാധനം ഉണ്ടെങ്കിൽ, ജഡ്ജിൻ്റെ മകളായാലും ആരായാലും മനസാക്ഷി പറയുന്ന സാധനം ഉണ്ടെങ്കിൽ അവർ സോറി പറയും. ആശുപത്രിയിൽ ഇനി എന്തായാലും കൊണ്ടുപോകണ്ട എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയണം കേട്ടോ. അതിനുശേഷം ആ മധുബാല ബസ് വണ്ടി എടുത്തിട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന രുക്കുവിന് ചന്ദ്ര ഇങ്ങനെ ഫോൺ ചെയ്യണം കേട്ടോ. ഞാൻ എന്താ ചെയ്യുക, ഞാനിങ്ങനെ ഇവിടുന്ന് ഇറക്കി വിടുന്ന തന്നെ അങ്ങ് വിചാരിച്ചു, പക്ഷേ ഇറക്കി വിടാനും അതും ചാൻസ് കിട്ടിയില്ല. ഇനി എന്ത് ചെയ്യും, ആ സാക്ഷ്യപത്രത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്, എനിക്കിവിടെ നിൽക്കാൻ പറ്റാതെ ആയി എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നീ ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനെയും കൂട്ടിയിട്ടേ വരാൻ പാടുള്ളൂ, ഒരിക്കലും അല്ലാതെ നീ തനിയായിട്ട് വരാൻ പാടില്ല എന്നിങ്ങനെ ചന്ദ്ര രുക്കുവിനോട് പറയും.